ഒന്നാം ദിവസം നിശബ്ദതയിൽ ദൈവാനുഭവം. നമ്മുടെ ജീവിതം ശബ്ദമുഖരിതമാണ്. ഫോണിൻ്റെ ശബ്ദം, സന്ദേശങ്ങൾ, ജോലി സമ്മർദ്ദം, കുടുംബ ഉത്തരവാദിത്തങ്ങൾ ഇവയെല്ലാം നമ്മെ പുറത്തേക്ക് തള്ളിയിടുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ ഹൃദയശബ്ദവും ദൈവത്തിൻ്റെ മൃദുശബ്ദവും കേൾക്കാനാവാത്ത വിധം മരവിക്കുകയാണ്. ഇവിടെയാണ് നിശബ്ദതയുടെ ആവശ്യകത. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്നത്, ദൈവം ഏറ്റവും ആഴത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് നിശബ്ദതയിലാണ് എന്നാണ്. കാരണം നിശബ്ദത നമ്മെ ആന്തരികതയിലേക്ക് നയിക്കുന്നു. നിശബ്ദത എന്നത് വെറും ശബ്ദമില്ലായ്മയല്ല, അതൊരു ആന്തരിക ക്രമീകരണമാണ്. അലറി വരുന്ന വികാരങ്ങളെ ശാന്തമാക്കി മനസ്സിൻ്റെ ചിന്തകൾക്ക് കടിഞ്ഞാണിട്ട് ദൈവത്തിൻ്റെ വെളിച്ചം പ്രവേശിക്കുവാൻ വഴിയൊരുക്കുന്ന ജീവിത നവീകരണം. കാരണം ആത്മാവിൻ്റെ വാതിൽ തുറക്കുന്നത് വാക്കുകൾ കൊണ്ടല്ല, നിശബ്ദത നിമിത്തമാണ്. പ്രാർത്ഥന. നിശബ്ദതയുടെ ദൈവമേ, എൻ്റെ മനസ്സിൽ അലറിക്കയറുന്ന ശബ്ദങ്ങളും ഭയങ്ങളും നീ ശാന്തമാക്കണമേ. നിന്റെ മൃദുശബ്ദം കേൾക്കുവാൻ എൻ്റെ ഹൃദയം ഒരുക്കണമേ. നിശബ്ദതയിൽ ഞാൻ നിന്നെ കണ്ടു, നിന്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കട്ടെ.